ദൈവത്തിന്റെ നിയമം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്തില്? ഒരുത്തരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും നരകവിധിക്ക്, മരണം എന്ന് നടന്ന ഈ കുഴിച്ചിടുന്ന മരണമല്ല, എല്ലാവരും ഒരുപോലെ നരകവിധിക്ക് യോഗ്യരല്ലേ? അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. മനുഷ്യൻ പാപം ചെയ്ത വഴി ആ ബന്ധം ഒലിഞ്ഞുപോയി. അപ്പൊ ഇനി ദൈവത്തിലൂടെ ആർക്കും ജീവിക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പ് ചോദിച്ചില്ലയോ ദൈവത്തെ അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? അപ്പൊ ഈ നിയമം ഉള്ളിടത്തോളം കാലം ക്ഷമിക്കാൻ, മുമ്പ് പറഞ്ഞ സാറ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടും മകനൊരു കൊലപാതകമായിട്ടും അതേ കോടതിയിൽ വാദവും പ്രതിയുമായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജഡ്ജിയും പ്രതിയുമായിട്ട് നിൽക്കുമ്പോൾ, ഇവൻ എന്റെ പൊന്നു മോനാണ്, മോനെ നീ വീട്ടിൽ പോടാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അധികാരമില്ല. നിയമമാണ് നമ്മുടെ മേലെ അധികാരം ചെയ്യുന്നത്. ആ നിയമത്തിന് മുമ്പിൽ ഈ പൊന്നു മകനെ നിങ്ങൾ കൊലക്കയറിന് വിധിക്കുക. ഹൃദയം തകർന്നുകൊണ്ടാണ് വിധിക്കുന്നത്. പക്ഷെ വിധിച്ചേ പറ്റൂ, കാരണം നിയമം അങ്ങനെ. ഇവന്റെ ഈ തെളിവല്ല ഇവനെതിരാ. ഇവൻ മരണശിക്ഷയ്ക്ക് പ്രോസിക്യൂട്ടർ വാദിച്ചു, ഇവൻ ഇന്നന്റെ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടത് കൊണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജി ഇവന് വധശിക്ഷ. നിങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, എല്ലാ കുറ്റങ്ങളും ഇവനെതിരാ. ഇവനെ ഞാൻ തൂക്കിക്കൊല്ലാൻ. അവിടെ പ്രതിയെ തൂക്കിക്കൊല്ലുന്ന മകനെയല്ല, അവിടെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന അപ്പനല്ല, ജഡ്ജിയാ. മനസ്സിലായി? അപ്പനും മകനും വീട്ടില. ഇവിടെ ജഡ്ജിയും പ്രതിയും തമ്മില. ഇതാണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ ഒരുത്തം പോലും നീതിമാനില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്തവരാ. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. മനുഷ്യനോട് അവന്റെ സ്നേഹം കാണിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിലേക്ക് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, അവൻ ആത്മരൂപിയായിട്ട് പിതാവിന്റെ മടിത്തിട്ടിരുന്ന ഒരു മനുഷ്യന്റെ ശരീരമുള്ളവനായിട്ട് ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, തണ്ട ഇന്ന സാറിന്റെ പാപം നീ അങ്ങ് ഏറ്റോണം, ഈ വിജയൻ എന്ന് പറഞ്ഞ പാപവും നീ അങ്ങ്, എന്നിട്ട് അതിന്റെ ശിക്ഷ നീ അങ്ങ് മേടിച്ചോ. അപ്പൊ ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലായി. അവൻ മരിക്കാൻ കാരണക്കാരൻ മനസ്സിലല്ലേ? ഞാനാ. എന്നിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം എനിക്ക് പകരക്കാരനായിട്ട് യേശുക്രിസ്തു ഏറ്റത് വഴി ഈ നിയമപുസ്തകത്തിന് മുമ്പിൽ എന്റെ പാപത്തിന്റെ ശിക്ഷ ഒരുത്തൻ ഏറ്റല്ലോ. അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നു. അപ്പൊ ഈ നിയമത്തിൽ ഞാൻ ഒഴിവുള്ളതായിട്ട് ഇത് ദൈവത്തിന്റെ നീതി.